നമസ്കാരം. രാജ്യത്ത് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണിയുള്ള ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആയിരിക്കും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വളരെ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ട്. കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുതൽ തന്നെ നരേന്ദ്രമോദിക്ക് ഈ ഭീകരവാദികളുടെയും ഭീകര സംഘടനകളുടെയും എല്ലാം ഹിറ്റ് ലിസ്റ്റിൽ സ്ഥാനമുണ്ട്. മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം മാവോയിസ്റ്റുകൾക്കെതിരെ വലിയ നീക്കം നടത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ ഭീഷണികളെ മറികടക്കാൻ ആവശ്യമായ ലോകോത്തരമായ സുരക്ഷാ സംവിധാനമാണ് രണ്ട് നേതാക്കൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് രാജ്യത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, ഏതൊരു ഇന്ത്യൻ പൗരനായിക്കോട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തുക, അതുപോലെ തന്നെ കൊലവിളി പ്രസംഗം നടത്തുക, അതുപോലെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം തീർത്തും നിയമവിരുദ്ധമായ കാര്യം തന്നെയാണ്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന റാലിയിൽ ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ഉയർന്നു എന്നുള്ളത് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഈർക്കിലി പാർട്ടിയുടെ പ്രവർത്തകരല്ല ഇത്തരത്തിൽ മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മുതിർന്ന ദേശീയ നേതാക്കൾ പങ്കെടുത്ത ഒരു സമരത്തിനിടയിലാണ് പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വധഭീഷണി മുഴക്കിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കിയത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലുമെല്ലാം അട്ടിമറി നടത്തിക്കൊണ്ടാണ്, ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് ഇവിടെ BJP നിരന്തരമായി സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമെല്ലാം അധികാരത്തിൽ വരുന്നത്, അതിന് കൂട്ടുനിൽക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയും പ്രചരണം നടത്തുന്നുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായി വോട്ട് ചോരി എന്ന് അവർ പേരിട്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാംലീല മൈതാനിയിൽ, രാജ്യ തലസ്ഥാനത്താണ് എന്ന് ഓർക്കണം, ദില്ലിയിലെ രാംലീല മൈതാനിയിൽ വലിയൊരു പ്രതിഷേധ പരിപാടി കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ പരിപാടിക്കിടയിലാണ് കോൺഗ്രസിൻ്റെ ജില്ലാ ചുമതലയിലുള്ള ഒരു നേതാവ് മഞ്ജുലത മീന ഈ നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഒരു മുദ്രാവാക്യം മുഴക്കിയത്. മോദി തേരി ഖബർ ഖുദേഹി ആജ് നഹി തോ കൽ ഖുദേഹി എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് നരേന്ദ്രമോദിക്കെതിരെ അവർ മുഴക്കിയത്. അതായത് നരേന്ദ്രമോദിക്ക് ചിതയൊരുക്കും, ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിയത്. ഇതിനെതിരെ തീർച്ചയായും രാഷ്ട്രത്ത് വലിയ പ്രതിഷേധം ഉയരുകയാണ്. BJP കോൺഗ്രസിൻ്റെ മാപ്പ് വേണം, കോൺഗ്രസ് ഈ കാര്യത്തിൽ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ കോൺഗ്രസിനോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിക്കെതിരെ ഇതാദ്യമായിട്ടല്ല കോൺഗ്രസ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടക്കുന്നത്. നരേന്ദ്രമോദി മരണത്തിൻ്റെ വ്യാപാരി എന്നാണ് സോണിയാഗാന്ധി ഒരിക്കൽ വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയില്ലെന്നും AICC ഓഫീസിൽ ചായ വിറ്റോട്ടെ എന്നും ഒരിക്കൽ ഒരു കോൺഗ്രസ് ദേശീയ നേതാവ് പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ക്യാമ്പയിനായിട്ട് ഒരുക്കിയിരുന്നു. അദ്ദേഹത്തെ കള്ളനെന്ന് വിളിച്ചിരുന്നു. മാത്രമല്ല ഈ ഏറ്റവും അടുത്ത കാലത്ത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണത്തിൽ നരേന്ദ്രമോദിയുടെ അമ്മയെപ്പോലും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യവും ക്യാമ്പയിനിങ്ങും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എപ്പോഴെല്ലാം ഇത്തരത്തിൽ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കനത്ത തിരിച്ചടി ജനം നൽകിയിട്ടുണ്ട്. 2014 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിക്കോട്ടെ, 2019, 2024, ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ബീഹാർ തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്രമിച്ച രാഷ്ട്രീയ പാർട്ടികൾ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. പക്ഷേ ഇതവർ മനസ്സിലാക്കുന്നില്ല. വീണ്ടും അതേ പദപ്രയോഗം നടത്തുകയാണ് കോൺഗ്രസ് എന്നതാണ്. എന്തായാലും BJP അത് ജനമധ്യത്തിൽ എത്തിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിനോട് അവർ മാപ്പ് പറയണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.